വീണ്ടും നമ്മൾ വയനാട്ടിലെ മുണ്ടക്കൈയിലേക്കാണ് പോകുന്നത്. അവിടെ ജനങ്ങളുടെ പ്രതിഷേധം തുടരുകയാണ്. പ്രതികരണങ്ങൾ ലഭ്യമാകുന്നുണ്ട്. അതിലേക്ക് അത് ഇത് നിർബന്ധമായിട്ടും ഇവിടെ നിന്ന് മാറിപ്പോവാൻ താല്പര്യമുള്ള മുഴുവൻ കുടുംബങ്ങളെയും മാറ്റി പാർപ്പിക്കണം. 180 ഏക്കറിലധികം ഭൂമി സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. 7 സെന്റ് ഭൂമിയാ സർക്കാർ കൊടുക്കുന്നത്. 32 ഏക്കറിലധികം വരില്ല ഇപ്പൊ പ്രഖ്യാപിച്ച പുനരധിവാസത്തിന്. ബാക്കി ഭൂമി എന്തിനാ ഈ പാവങ്ങൾക്ക് കൊടുത്ത് ഏതെങ്കിലും സംഘടനക്കാർ വീടുണ്ടാക്കി കൊടുത്താൽ ഇവർക്ക് എന്താ പ്രയാസം? ആ 9,000 രൂപയെങ്കിലും ഒന്ന് കൊടുക്കാൻ ഇവർ ആരുടെ ഔദാര്യമല്ലല്ലോ, കോടിക്കണക്കിന്. ഇപ്പൊ എത്ര മാസം മുന്നെയാണ് ഇവരെയൊക്കെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഇപ്പൊ ഈ 2ാം ഘട്ടത്തിൽ ഇത് പ്രഖ്യാപിച്ചപ്പോ പൂർണ്ണമായിട്ടും ഈ പ്രദേശത്തുള്ള ആളുകളെ മുഴുവൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഞങ്ങൾ 2 or 3 തവണ സമരം ചെയ്തു. അന്നൊക്കെ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇവിടെ ഒരു മഴ പെയ്താൽ തൊഴിലാളിക്ക് അപ്പുറം കടക്കാൻ കഴിയാത്ത അവസ്ഥയാ. ആ മനുഷ്യരാണ് ഇന്ന് അവിടെ കുടുങ്ങിക്കിടന്നത്. ഒരു നിവൃത്തിയില്ലായിട്ടാണല്ലോ ഈ സാധുക്കൾ പണിക്ക് പോയത്. ഈ ആളുകൾക്ക് എന്താ ഈ 2 or 3 മാസത്തെ ഈ പണം? വലിയ പൈസ ഒന്നും വേണ്ടല്ലോ. 750 കോടി രൂപ കയ്യിൽ വെച്ചിട്ടല്ലേ ഈ സർക്കാർ. ഇന്ന് ഒരു മുന്നറിയിപ്പ് ഉണ്ടായില്ലേ? ഒരു മുന്നറിയിപ്പ് ഉണ്ടായിട്ടില്ല, ഒരു മുൻകരുതലും ഉണ്ടായിട്ടില്ല. അതിന്റെ ഫലമാണ് ഈ സമയമായിട്ടും റവന്യൂ വകുപ്പിലെ ഒരാൾ പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തത്. അതാണ് ദിവേഷ് പറയുന്നത്. മുന്നറിയിപ്പ് നൽകിയില്ല. മാത്രമല്ല, ആളുകൾ പ്രധാനമായും ഉന്നയിക്കുന്നത് ഈ ലിസ്റ്റിലെ സോർട്ടിങ്ങിനെ കുറിച്ചാണ്. അതായത് ഇപ്പോഴും ഇവിടെ താമസിക്കുന്ന, പാലത്തിന് ഇക്കരെ താമസിക്കുന്ന ആളുകൾ, അതുപോലെ പാടികളിൽ താമസിച്ചിരുന്ന തോട്ടം തൊഴിലാളികൾ, ഇവരെ ഒക്കെ മാനദണ്ഡങ്ങളുടെ ഭാഗമായി ഈ 300 രൂപ ദിവസവേതനത്തിന്റെ പട്ടികയിൽ നിന്നും വീട് നൽകേണ്ട പട്ടികയിൽ നിന്നും ഒക്കെ ഒഴിവാക്കി അതിനെതിരെയുള്ള പ്രതിഷേധമാണ് പ്രധാനമായും ആളുകൾ ഉയർത്തുന്നത്. ദിവേഷ്, കമലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധം ഉണ്ടാവുകയാണ് മുണ്ടക്കയിൽ. അവിടെ രാവിലെ പുന്നപ്പുഴയിൽ വലിയ കുത്തൊഴുക്കുണ്ടാവുകയാണ് ചെയ്യുന്നത്. ജലം കര കവിഞ്ഞ് കുത്തിയൊഴുകി കലക്ക വെള്ളവുമായി എത്തിയ സമയത്ത് വലിയ ആശങ്കയുണ്ടായി. അപ്പുറത്തേക്ക് ബേലിപ്പാലം കടന്ന് രാവിലെ തൊഴിലിന് പോയ ആളുകൾ അവരെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അവർക്ക് ഒരു മുന്നറിയിപ്പും കിട്ടിയില്ല എന്നുള്ളതാണ് കമൽ. അത് അവർ പറയുന്നതിലൊരു യാഥാർത്ഥ്യമുണ്ട്. കാരണം അവർ വലിയൊരു ദുരന്തത്തെ അതിജീവിച്ച മനുഷ്യരാണ്. സ്വാഭാവികമായും ഇത്തരത്തിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടോ അപകട സാധ്യതകളെയോ കുറിച്ച് അവരെ കൃത്യമായി അറിയിക്കേണ്ട ഒരു സംവിധാനമില്ല എന്നുള്ളത് അവർക്കൊരു ആശങ്കയുണ്ടാക്കും, അല്ലേ? സുരക്ഷിതരല്ല തങ്ങൾ എന്നതൊരു വലിയ പ്രശ്നമായി അവർക്ക് മുന്നിലുണ്ടാകും. കമൽ, കേൾക്കാമോ? നാട്ടിൽ നൽകിയിരിക്കുന്നത്. പക്ഷേ ഇന്ന് പുലർച്ചെ മുതൽ കേൾക്കാം. പുലർച്ചെ മുതൽ തന്നെ കനത്ത മഴയാണ് പെയ്യുന്നത്. അതൊരു യെല്ലോ അലർട്ട് മുന്നറിയിപ്പിന് സമാനമായ മഴയല്ല ഇവിടെ പെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ മലയോര പ്രദേശങ്ങളിൽ വൈത്തിരിയിലും മേപ്പാടിയിലും മുണ്ടക്കയിലും ഒക്കെ കനത്ത മഴയാണ് പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ അലർട്ട് യെല്ലോ ആയതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു മുൻകരുതലോ മുന്നറിയിപ്പോ ഈ പ്രാദേശിക ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെയാണ് ആളുകൾ ഉന്നയിക്കുന്നത്. ഇത്രയും ശക്തമായ മഴ പെയ്തിട്ടും എന്തുകൊണ്ട് മുന്നറിയിപ്പ് ഉണ്ടായില്ല, അലർട്ട് ഉണ്ടായില്ല എന്നുള്ളതൊക്കെയാണ് ഇതിൽ. പക്ഷേ മുകളിൽ നിന്നുള്ള കാലാവസ്ഥ അറിയിപ്പിൽ യെല്ലോ അലർട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. എങ്കിലും ഈ മഴ പെയ്തപ്പോഴെങ്കിലും ഇത് കണക്കിലെടുത്ത് മുന്നറിയിപ്പ് നൽകണമായിരുന്നു എന്നാണ് ആളുകൾ പറയുന്നത്. നമുക്ക് എന്തായാലും പുന്നപ്പുഴയുടെ ദൃശ്യങ്ങൾ കൂടി ലഭ്യമാക്കാം. നമ്മളിപ്പോൾ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഇവിടെ നിന്ന് വീണ്ടും അങ്ങോട്ട് പോയതായിരുന്നു. ഈ പുഴയിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് തത്സമയം ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭ്യമാക്കാം. മധു, ധാരാളം ആളുകളും അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോ അപ്പുറത്ത് നിങ്ങൾ അക്കരെ പോയവരായിരുന്നോ? അക്കരെ എന്തായിരുന്നു സ്ഥിതി? അവിടെ നല്ല വെള്ളമാണ്. പണിയെടുക്കാവില്ല. അവിടെ തോടുണ്ട്. നിങ്ങൾ എത്ര മണിക്കാ പണിക്ക് പോയി? ഏത് സ്റ്റേറ്റിലാ? ഇതാ ചൂരമല പാലത്തിന്റെ അപ്പുറം. എന്നിട്ട് ഞങ്ങളുടെ ജീപ്പിൽ ഇപ്പൊ എന്നിട്ട് കൊണ്ടുവന്നാണ് പേടിയായി? അവിടെ വലിയ വെള്ളം വന്നോ? വെള്ളം ഞങ്ങൾ ഈ വേലിപ്പാലം കഴിക്കുവാണ് ഞങ്ങൾക്ക് തുടർന്ന് പണിക്ക് പോകാനേ. ഇതിന്റെ അപ്പുറത്താണ് ഞങ്ങളൊക്കെ താമസിച്ചിരുന്നത്. ഇപ്പൊ ഞങ്ങൾ ഇപ്പുറത്താണ് താമസമുള്ളത്. ഞങ്ങൾക്ക് പണിയില്ല. ഞങ്ങൾക്ക് ഇപ്പൊ ഈ മഴ ആയാലും ഇപ്പൊ ഒരാഴ്ച ഞങ്ങൾക്ക് പണി ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ജീവിതം. നിങ്ങൾ ഈ പുനരധിവാസ പട്ടികയിലുള്ള ആൾക്കാരാണ്? പുനരധിവാസ പട്ടികയിലല്ല. ഞങ്ങൾ പിന്നെ കല്ലിന്റെ പുറത്താണ് പറഞ്ഞ് ഞങ്ങൾക്ക് ഒന്നും ഒരു ആനുകൂല്യം ഗവൺമെന്റിന് ഇല്ല. ഞങ്ങൾ കല്ലിന്റെ പുറത്താണ്. ഞങ്ങൾക്ക് ഒരു ആനുകൂല്യം ഞങ്ങൾക്ക് തരുന്നില്ല. ആദ്യം താമസിച്ചിരുന്ന പാടിയിലായിരുന്നു? പാടിയില്ല. ഞങ്ങൾ സ്വന്തം വീട്ടിൽ തന്നെയാണ്. ആ വീട് എവിടെയപ്പോ? ടൗണിന്റെ അപ്പുറത്ത്. പുഴേന്റെ ഇക്കരെയാണ്? പുഴേന്റെ അക്കരെയാണ്. അതുകൊണ്ട് ലിസ്റ്റിൽ പെട്ടില്ല? ലിസ്റ്റിലില്ല. ഞങ്ങൾ വീട് വേണമെന്നിട്ട് ആവശ്യപ്പെടുന്നില്ല. ഞങ്ങൾ സ്ഥലം വേണമെന്നിട്ട് ആവശ്യപ്പെടില്ല. മന്ത്രി പ്രഖ്യാപിച്ച 9,000 9 മാസം തരാൻ പറഞ്ഞ് എന്തിന് മറ്റുള്ളവർ മുടക്കണത്? ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഈ കൊച്ചിക്കാലം കണ്ടി പണിക്ക് വേണ്ടി വന്നത് അല്ലേ? ഞങ്ങളെ കൂടപ്പുറപ്പുകൾക്ക് വേദന ഉള്ളതുകൊണ്ടാണ് അവർ വണ്ടി പിടിച്ച് ഞങ്ങളെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ട്. അറിയാം നിങ്ങൾക്ക്?
ഞങ്ങൾക്കൊരു മാർഗം ഉണ്ട്. ഞങ്ങൾ ഇന്ന് വീട്ടിലിരുന്നിട്ടുണ്ടാവില്ലേ? ഒരു മാർഗമല്ല ഞങ്ങൾക്ക്. എന്തിന് ഞങ്ങൾക്ക് തരാനുള്ള പൈസ, എന്തിന് ഗവൺമെന്റ് പാസ്സാക്കിയ പൈസ എന്തിന് വില്ലേജ് ഓഫീസർമാർ പിടിച്ചു വെക്കണേ? അതല്ലേ ഞങ്ങൾ സേഫാണെന്ന് പറഞ്ഞതല്ലേ? ഞങ്ങൾ എന്ത് സേഫാണ്? നിങ്ങൾക്ക് കാണുന്നില്ലേ? നിങ്ങൾ കാണുന്നില്ലേ ഇമ്മാതിരി വെള്ളത്തില്? ആരാ നിങ്ങളെ ഇപ്പുറത്തേക്ക് എത്തിച്ചതാരാ? എന്റെ ആങ്ങളെ ജീവനെ പേടിയുണ്ട്. എന്റെ ആങ്ങളമാർ രണ്ടാളും മേപ്പാടിന്ന് വണ്ടി എടുത്ത് വന്നിക്കണേ. ഇത്ര തൊഴിലാളികൾ ആ വേലിപ്പാലത്തിപ്പുറം കിടത്താനേ. നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകുമോ? ഞങ്ങൾക്കൂടെ പണിയെടുക്കണം. അറിയാം നിങ്ങൾക്ക്? ഞങ്ങൾ സേഫ് പറഞ്ഞത് എന്ത് സേഫാണ് ഇപ്പൊ ഞങ്ങൾക്കുള്ളത്? നിങ്ങൾക്ക് തന്നെ കാണാലോ ഞങ്ങൾ എന്ത് സേഫിലാണ് ഇവിടെ കഴിയുന്നത്. ഇന്ന് കഴിഞ്ഞു ഞങ്ങൾ മരിക്കാൻ പറയാൻ ഞങ്ങൾക്ക് തയ്യാറാണ്. ഇതിന് തീരുമാനമാകാണ്ട് ഞങ്ങളിവിടെ പോകൂല. കടുത്ത പ്രതിഷേധമാണ് മാധു ഉയർത്തുന്നത്. എന്ത് സുരക്ഷിതത്വമാണ് തങ്ങൾക്കുള്ളത് എന്നാണ് തൊഴിലാളി സ്ത്രീകൾ ചോദിക്കുന്നത്. ഇത്